ഇനി മഴയെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. മഴക്കാലത്ത് വാഹനങ്ങൾ റോഡിൽ തെന്നിമറിഞ്ഞും കൂട്ടിയിടിച്ചും അപകടമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ പല അപകടവും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലതുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. റോഡിൽ വാഹനങ്ങൾ പുറന്തള്ളുന്ന എണ്ണത്തുള്ളികൾ, ഇന്ധനത്തിന്റെ തുള്ളികൾ മഴ പെയ്യുന്നതോടെ അപകടക്കെണിയായി മാറാറുണ്ട്. മഴവെള്ളത്തിനൊപ്പം എണ്ണയും ചേരുന്നതോടെ റോഡ് അപകടകരമാം വിധം വഴുക്കലുള്ളതാകുന്നു. അതുകൊണ്ട് പരമാവധി പതുക്കെ വാഹനം ഓടിക്കുകയാണ് മഴക്കാലത്ത് ഉത്തമം. സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും അപകടം വിളിച്ചു വരുത്തും. പരമാവധി ബ്രേക്ക് ഉപയോഗം ഒഴിവാക്കി ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് വേഗം നിയന്ത്രിക്കുന്നതാണ് സുരക്ഷിത ഡ്രൈവിംഗിന് ഉത്തമം. വാഹനം ബൈക്കായാലും കാറായാലും ശരി, ശക്തമായ മഴയത്ത് ഹെഡ്ലൈറ്റിലോ ലോ ബീമിൽ കത്തിക്കുന്നത് നല്ലതാണ്. ശക്തമായ മഴയിൽ റോഡ് വ്യക്തമായി കാണുന്നതിനും മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ വാഹനം പെടുന്നതിനും ഹെഡ്ലൈറ്റ് സഹായിക്കും. വാഹനത്തിൽ ഫോഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ടയറിന്റെ നിലവാരം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ടയറിന്റെ നിലവാരം പരിശോധിക്കണം. പണം ലാഭിക്കാൻ തേഞ്ഞ ടയർ പരമാവധി ഉപയോഗിക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാകും. തേയ്മാനം ഗ്രിപ്പ് കുറയും എന്നത് മറക്കാതിരിക്കുക. അലൈൻമെന്റും വീൽ ബാലൻസിംഗും കൃത്യമാക്കുകയും ടയറിലെ വായുമർദ്ദം നിശ്ചിത അളവിൽ നിലനിർത്തുകയും വേണം. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കണം. വലിയ വാഹനങ്ങളുടെ തൊട്ടു പിന്നാലെയുള്ള യാത്ര തൽക്കാലം വേണ്ട. അവയുടെ കൂറ്റൻ ടയറുകൾ തെറിപ്പിക്കുന്ന ചെളിവെള്ളം നിങ്ങളുടെ കാഴ്ച തടസ്സപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. ബ്രേക്ക് കിട്ടാതെ അവയ്ക്ക് പിന്നിൽ വാഹനമിടിച്ച് അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്. വാഹനം പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. ശക്തമായ മഴക്കാലത്ത് യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. മഴ അതിശക്തമാണെങ്കിൽ വാഹനം റോഡരികിൽ നിർത്തിയിട്ട് അല്പനേരം മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒന്ന് ചില്ലായിരിക്കും. മഴയുടെ ശക്തി കുറഞ്ഞ ശേഷം യാത്ര തുടരാം. അതോടെ നമുക്ക് സുരക്ഷിതമായി പോകാനും കഴിയും. പോലീസും മോട്ടോർ വാഹന വകുപ്പും നൽകിയ ജാഗ്രതാ നിർദ്ദേശമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭയാത്ര, സുരക്ഷിത യാത്ര, അതാകണം നമ്മുടെ ലക്ഷ്യം. ഈ മഴക്കാലത്ത് മാത്രമല്ല, എപ്പോഴും ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്.